ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂരിലെ ഗാന്ധി പ്രതിമാ വിവാദം. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് UDF BJP കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. പുനർനിർമ്മാണത്തിൽ നിന്ന് വിവാദ ശില്പി ഒഴിവാക്കണമെന്ന് UDF. മലക്കപ്പാറയിൽ കാട്ടാന കബാലിയെ പ്രകോപിപ്പിച്ച സംഭവത്തിൽ 2 യുവാക്കൾ ഷോളയാർ റേഞ്ച് ഓഫീസിൽ ഹാജരായി. പ്രതികൾ സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിലെടുത്തു. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ പരിധിയിൽ 14 പേർ അറസ്റ്റിലായി. തട്ടിപ്പിനുപയോഗിച്ച 23 മൊബൈൽ ഫോണുകളും 5 ATM കാർഡുകളും പിടിച്ചെടുത്തു. തൃശൂർ സിറ്റി പരിധിയിൽ 13 പേർ അറസ്റ്റിലായതായി കമ്മീഷണർ. തലപ്പള്ളി താലൂക്ക് ഹയർ പർച്ചേസിംഗ് സൊസൈറ്റിയിൽ വൻ തട്ടിപ്പ് നടന്നതായി പരാതി. വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ച് മുൻ ബാങ്ക് പ്രസിഡന്റ് രതീഷ് തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടിയിട്ട് കാർ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം നിർത്തി പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ഡ്രൈവർ. വാർത്തകളിലേക്ക് വിശദമായി. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ വിവാദവുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗത്തിൽ നിന്ന് UDF BJP കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. ഗാന്ധിജിയെ വികലമായി ചിത്രീകരിച്ചതിന് നഗരസഭാ ചെയർപേഴ്സൺ മാപ്പു പറയാൻ തയ്യാറായില്ല എന്നാരോപിച്ചാണ് UDF ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പ്രതിമ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു BJPയുടെ ഇറങ്ങിപ്പോക്ക്. കൗൺസിൽ അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് KP ഉദയനാണ് വിവാദ വിഷയം ഉന്നയിച്ചത്. വികലമായ പ്രതിമ സ്ഥാപിച്ചു, നഗരസഭ ഗാന്ധി നിന്ന് നടത്തിയിരിക്കുകയാണെന്ന് ഉദയൻ ആരോപിച്ചു. പ്രതിമ മാറ്റി സ്ഥാപിക്കുന്നതിനൊപ്പം ചെയർപേഴ്സൺ പൊതുജനത്തോട് പരസ്യമായി മാപ്പ് പറയണം. പുനർനിർമ്മാണത്തിൽ നിന്ന് വിവാദ ശില്പിയെ ഒഴിവാക്കണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നഗരസഭയുടെ നിലപാട് നേരത്തെ വാർത്താ സമ്മേളനത്തിലൂടെ പൊതുജനത്തെ അറിയിച്ചിരുന്നതാണെന്ന് ചെയർപേഴ്സൺ M കൃഷ്ണദാസ് പറഞ്ഞു. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം അവസാനം ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം അറിയിച്ചു. യോഗ നടപടികളിലേക്ക് കടന്നതോടെ UDF കൗൺസിലർമാർ ഗാന്ധി പ്രതിമയും ഛായാചിത്രവും ഉയർത്തിക്കാട്ടി പ്രതിഷേധിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കോ മാപ്പ് പറയാനോ തയ്യാറല്ലെന്ന് ചെയർപേഴ്സൺ ഉറപ്പിച്ചു പറഞ്ഞതോടെ UDF അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു. പ്രതിമ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണമെന്ന് BJP കൗൺസിലർ ശോഭ ഹരിനാരായണൻ ആവശ്യപ്പെട്ടു. ഗാന്ധി ഘാതകരുടെ കൂട്ടർക്ക് വിശദീകരണം നൽകാൻ ഒരുക്കമല്ലെന്നും വേണമെങ്കിൽ ഇറങ്ങിപ്പോകാമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ഇതോടെ ശോഭ ഹരിനാരായണനും ജ്യോതി രവീന്ദ്രനാഥും ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗാന്ധി പ്രതിമയുടെ അടിത്തറ നിർമ്മാണത്തിന് 3.5 ലക്ഷം രൂപ അനുവദിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. മലക്കപ്പാറയിൽ കാട്ടാന കബാലിയെ പ്രകോപിപ്പിച്ച സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 2 യുവാക്കൾ ഷോളയാർ റേഞ്ച് ഓഫീസിൽ ഹാജരായി. കോയമ്പത്തൂർ സ്വദേശികളായ ജ്ഞാനവേൽ വാസു, സീലൻ ശിവകുമാർ എന്നിവരാണ് റേഞ്ച് ഓഫീസിൽ നേരിട്ട് ഹാജരായത്. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കോർപിയോ കാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തു. കോടതി നിർദ്ദേശപ്രകാരം തുടർ നടപടികളെടുക്കും. ഒക്ടോബർ 19 രാത്രിയാണ് അമ്പലപ്പാറയിൽ ഗതാഗതം തടസ്സപ്പെടുത്തി കാട്ടാന കബാലി മണിക്കൂറുകളോളം റോഡിൽ നിലയുറപ്പിച്ചത്. ഇതിനിടെ സീലൻ ശിവകുമാർ, ജ്ഞാനവേൽ വാസു എന്നിവർ ആനയുടെ അടുത്തേക്ക് വാഹനം ഓടിച്ചെത്തി എഞ്ചിൻ കൂടുതൽ ശബ്ദത്തിൽ പ്രവർത്തിപ്പിക്കുകയും മനഃപൂർവ്വം ബഹളം വെച്ച് ആനയെ പ്രകോപിപ്പിച്ചുവെന്നുമാണ് കേസ്. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളായി 22 സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയതായി റൂറൽ SP B കൃഷ്ണകുമാർ പറഞ്ഞു. സൈബർ ക്രൈം പോർട്ടലിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം സംശയാസ്പദമായ ബാങ്ക് അക്കൗണ്ടുകളെ ചെക്ക് ഉപയോഗിച്ചും ATM കാർഡ് ഉപയോഗിച്ചും പണം പിൻവലിച്ച 36 പേരെയാണ് അന്വേഷണ സംഘം പരിശോധിച്ചത്. റൂറൽ പരിധിയിൽ 22 കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 20 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 14 പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഒരേ സമയം നടത്തിയ റെയ്ഡിലാണ് ഇന്നലെ ഒറ്റ ദിവസം 20 കേസുകൾ തൃശ്ശൂർ റൂറൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യും, 20 FIR രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അത് 32 റെയ്ഡാണ് ഇന്നലെ നമ്മൾ നടത്തിയത്. 32 വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ഈ 32 റെയ്ഡിലൂടെ 20 കേസുകൾ FIR നമ്മൾ വിവിധ പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തു. ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലാണ്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ മാത്രം നമ്മൾ 8 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 23 മൊബൈൽ ഫോണുകൾ, 8 ചെക്ക് ബുക്കുകൾ, 13 ബാങ്ക് പാസ്ബുക്കുകൾ, 5 ATM കാർഡ്, 3 പാൻ കാർഡ്, 7 ആധാർ കാർഡ്,
ലാപ്ടോപ്പ് എന്നിവ പിടിച്ചെടുത്തു. വെള്ളിക്കുളങ്ങര പോലീസ് 7 പേരെയും ചാലക്കുടി പോലീസ് 3 പേരെയും കൊടുങ്ങല്ലൂർ പോലീസ് 2 പേരെയും വലപ്പാട് കൊടകര പോലീസ് ഓരോ ആള് വീതം അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം കൈമാറ്റം ചെയ്യുന്നതിനായി കമ്മീഷൻ കൈപ്പറ്റി ബാങ്ക് അക്കൗണ്ടുകളും ATM കാർഡുകളും തട്ടിപ്പുകാർക്ക് വാടകയ്ക്ക് നൽകിയവരുമാണ് പിടിയിലായതെന്ന് റൂറൽ SP പറഞ്ഞു. നേരിട്ട് പങ്കെടുത്തവരുണ്ട്, പങ്കെടുക്കാൻ സഹായിച്ചവരുണ്ട്. ഈ ഓൺലൈൻ ഫ്രോഡ് എന്ന് പറയുന്ന ഗുരുതരമായ കുറ്റകൃത്യത്തിന്റെ പങ്ക് പറ്റിയവരുണ്ട്. അവരുടെ അക്കൗണ്ട് വിറ്റ് കമ്മീഷൻ വാങ്ങിച്ചവരുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് വളരെ ഗുരുതര സ്വഭാവമുള്ളൊരു കുറ്റകൃത്യമാണ്. പരിശോധനയ്ക്ക് വിവിധ സ്റ്റേഷനുകളിൽ നിന്നായി 100ഓളം പോലീസുകാരാണ് നേതൃത്വം നൽകിയത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായുള്ള ഓപ്പറേഷൻ സൈഹണ്ട് ഊർജിതമാക്കിയതായി സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ്. സിറ്റി പോലീസ് പരിധിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ 13 പേരെ പിടികൂടിയതായി കമ്മീഷണർ വ്യക്തമാക്കി. 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് കൂടുതലും തട്ടിപ്പിനിരയാകുന്നത്. തട്ടിപ്പ് സംഘത്തിലെ കണ്ണികളായി വിദ്യാർത്ഥികളും മാറുന്നുണ്ട്. രാജ്യവ്യാപകമായി സൈബർ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളെ തട്ടിയെടുത്ത പണം ചെക്കുകൾ ഉപയോഗിച്ചും ATM വഴി പിൻവലിച്ചും അനധികൃത സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയവരെയും അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകി കമ്മീഷൻ കൈപ്പറ്റിയവരെയുമാണ് അറസ്റ്റ് ചെയ്തത്. അതെ, ഇപ്പോൾ നമ്മുടെ ഈ ബേസിക് മോഡസ് ഓപ്പറൻഡി ഈ സൈബർ തട്ടിപ്പുള്ള ആൾക്കാരൊക്കെ വാടക അക്കൗണ്ട് എടുക്കുകയാണ്. ഒരു 10,000 50,000 അങ്ങനത്തെ പൈസ അവരെ പ്രോമിസ് ചെയ്തിട്ട് സിം കാർഡ് ഉൾപ്പെടെ അവർ അക്കൗണ്ട് എടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ചെക്ക് ലീഫ്സ് അവർ സൈൻ ചെയ്ത് എടുത്തിട്ട് അവർ ഈ തട്ടിപ്പ് നടക്കുകയാണ്. സോ ദിസ് ഈസ് ദ ബേസിക് തിങ് വെയർ പീപ്പിൾ ആർ ഗിവിങ് അക്കൗണ്ട് on a rental basis to the cyber offenders, so they themselves are involved in a crime. So ഇതിന് ശേഷം നമ്മുടെ എല്ലാ ആൾക്കാർക്ക് ജനങ്ങളോട് ഇത് ഒരു റിക്വസ്റ്റ് ആണ്, ഇങ്ങനത്തെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ 10,000 കൊടുത്തിട്ട് അക്കൗണ്ട് കൊടുക്കാനുള്ള എന്തെങ്കിലും നടപടി ഉണ്ടെങ്കിൽ ഡോണ്ട് ബിലീവ് ദം. ഇത് ഉറപ്പായിട്ട് ഒരു സൈബർ തട്ടിപ്പായിട്ട് ഭാഗമായിട്ട് മാത്രം ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. സോ ഡോണ്ട് ഫോൾ പ്രേ ടു ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. തലപ്പള്ളി താലൂക്ക് ഹയർ പർച്ചേസിംഗ് സൊസൈറ്റിയിൽ വൻ തട്ടിപ്പ് നടന്നതായി പരാതി. ബാങ്ക് മെമ്പർമാർ പോലും അറിയാതെ വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ച് മുൻ ബാങ്ക് പ്രസിഡന്റ് രതീഷ് വൻ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 2023 മുതൽ 2025 വരെയുള്ള കാലയളവിൽ 152 മെമ്പർമാരുടെ പേരിൽ 25,000 രൂപ വീതമാണ് മെമ്പർമാരുടെയോ ഭരണസമിതിയുടെയോ അറിവില്ലാതെ മുൻ പ്രസിഡന്റ് രതീഷ് എടുത്തുവെന്ന് പരാതി ഉയർന്നത്. പലിശ അടക്കം 51 ലക്ഷം രൂപയുടെ തട്ടിപ്പാണെന്നാണ് സെക്രട്ടറിയുടെ മൊഴി. എന്നാൽ സാമ്പത്തിക ഇടപാടുകളെല്ലാം നടക്കുന്നത് സെക്രട്ടറി വഴിയാണെന്നും തനിക്കതിൽ യാതൊരു പങ്കുമില്ലെന്നും മുൻ പ്രസിഡന്റ് കൂടിയായ രതീഷ് പറഞ്ഞു. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടിയിട്ട് ടാക്സി കാർ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം നിർത്തി പ്രാണരക്ഷാർത്ഥം കാട് മൂടിയ പറമ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ഡ്രൈവർ. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം. മുണ്ടത്തിക്കോട് സ്വദേശി തെക്കൂട്ട് വിനോദിന്റെ കാറാണ് തട്ടിയെടുത്തത്. ആലുവയിലേക്കെന്ന് പറഞ്ഞാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് വാടകയ്ക്ക് ഓടുന്ന വിനോദിന്റെ കാർ പ്രതികൾ വിളിച്ചത്. കുറാഞ്ചേരിയിൽ നിന്ന് ഒരാളെ കൂടി കാറിൽ കയറ്റുവാനുണ്ടെന്ന് പ്രതികൾ വിശ്വസിപ്പിച്ചു. വെളപ്പായ ബീവറേജിലെത്തി മദ്യം വാങ്ങിയ ശേഷം തെക്കുംകര ഭാഗത്തേക്ക് പോകാൻ നിർദ്ദേശിച്ചു. ഇതിനിടെ കുറാഞ്ചേരിയിലെ പമ്പിൽ നിന്നും 500 രൂപയ്ക്ക് ഡീസൽ അടിച്ചു. തുടർന്ന് തെക്കുംകര തച്ചനടി ഭാഗത്തെ ആളൊഴിഞ്ഞ സ്ഥലം എത്തിയപ്പോൾ കണ്ണിലേക്ക് മുളകുപൊടി എറിയുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പ്രാണരക്ഷാർത്ഥം സമീപത്തെ കാട് മൂടിയ പമ്പിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വിനോദ് പറഞ്ഞു. തച്ചനടി എന്ന് പറഞ്ഞ സ്ഥലം എത്താറായി പറഞ്ഞ് വീട് അവിടെയാണ്. വീട്ടിൽ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്. കുറച്ച് മദ്യം കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തച്ചനടി ഭാഗത്തെത്തിയപ്പോൾ വണ്ടി ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് വണ്ടി നിർത്തുന്നതോട് കൂടിയിട്ട് ബാക്കിൽ നിന്ന് ഒരാൾ മുളക് പൊടി മുഖത്തേക്ക് ഒരു പിടി മുളക് പൊടി എടുത്തിട്ട് മുഖത്തേക്ക് എറിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണടച്ചുകൊണ്ട് മുഴുവൻ കണ്ണിലേക്ക് ആയില്ല, കുറേ തലയിലേക്കും കുറേ മേത്തേക്കൊക്കെ ആയത്. അപ്പോഴേക്കും അവരടി തുടങ്ങി, ഇടിക്കാനും പുറത്ത് തലയ്ക്കൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വണ്ടി ഇട്ടിട്ട് ഞാൻ ഓടി അടുത്തുള്ള കാട് പിടിച്ചൊരു ഏരിയയിലേക്ക് ഓടി കയറി. 200 രൂപ അടങ്ങിയ പേഴ്സും മൊബൈൽ ഫോണും പ്രതികൾ തട്ടിയെടുത്തതായി വിനോദ് പറഞ്ഞു. വിനോദ് നാട്ടുകാരെ വിവരമറിയിച്ചയുടൻ പോലീസ് സ്ഥലത്തെത്തി. GPS ട്രാക്ക് വഴി മണിക്കൂറുകൾക്കുള്ളിൽ കുന്നംകുളം യൂണിറ്റി ആശുപത്രി പരിസരത്തുനിന്ന് പോലീസ് കാർ കണ്ടെത്തി. പ്രതികൾക്കായി അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു. TCV ന്യൂസ്, വടക്കാഞ്ചേരി.
മികച്ച പ്രവർത്തനത്തിലൂടെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷന് സംസ്ഥാനതല പുരസ്കാരം. കേരളത്തിലെ മികച്ച രണ്ടാമത്തെ പോലീസ് സ്റ്റേഷനിലായി കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ തെരഞ്ഞെടുക്കപ്പെട്ടു. അഡീഷണൽ ഡയറക്ടർ ജനറൽ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിയുടെ ട്രോഫിക്ക് അർഹമായ പോലീസ് സ്റ്റേഷനുകളെ തെരഞ്ഞെടുത്തത്. ഒന്നാം സ്ഥാനം ആലപ്പുഴ മുഹമ്മ പോലീസ് സ്റ്റേഷൻ കരസ്ഥമാക്കി. വാഴാനി മേലില്ലം വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ ചാരായം വാറ്റാൻ ഉപയോഗിച്ച 300 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. വടക്കാഞ്ചേരി എക്സൈസും വാഴാനി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് മണലിത്തറ മേലില്ലം സ്വദേശി മോളയിൽ വീട്ടിൽ ഏലിയാസിനെ അറസ്റ്റ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പി കൃഷ്ണകുമാർ, KV ഷാജി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഷ് പിടികൂടിയത്. മാറ്റത്തിനുള്ള വാഷും വാറ്റുപകരണങ്ങളും കാട്ടിൽ വാഴാനി ഫോറസ്റ്റിൽ സൂക്ഷിച്ചിട്ടുള്ള വിശ്വാസയോഗ്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ വാഴാനി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി സംയുക്തമായിട്ട് ചേർന്നിട്ടാണ് ഇന്നലെ നടന്നിട്ടുള്ള വാറ്റ് പിടിച്ചത്. ചെയ്യാൻ കാലങ്ങളായിട്ട് മുൻപും ഇയാൾക്കെതിരെ അബ്കാരി കേസുകളിലും പ്രതിയാണ് ഇയാൾ. ഗുരുവായൂരിലെ കലുങ്കു സംവാദ സഭയിൽ സുരേഷ് ഗോപി നൽകിയ ഉറപ്പിൽ ഇരിങ്ങപ്പുറം മണിഗ്രാമം സ്വദേശിനി സത്യഭാമയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. വീടിന്റെ കട്ടിളവയ്പ് BJP നോർത്ത് ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിന് അപേക്ഷ നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് തകര ഷീറ്റ് മേഞ്ഞ കുടിലിലാണ് മണിഗ്രാമം സ്വദേശി പൂക്കയിൽ സത്യഭാമ കഴിഞ്ഞിരുന്നത്. വീട് നിർമ്മിക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ 21-നാണ് ഗുരുവായൂരിൽ നടന്ന കലുങ്കു സംവാദത്തിലേക്ക് അപേക്ഷയുമായി സത്യഭാമ എത്തിയത്. സുരേഷ് ഗോപി മകളുടെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്ന് 4 ലക്ഷം രൂപ നൽകാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. അയൽവാസി K രാധാകൃഷ്ണൻ 1 ലക്ഷം രൂപയും വാഗ്ദാനം ചെയ്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയലാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വീണ്ടും വാർത്തകളിലേക്ക്. ചാലക്കുടി ആനമല സംസ്ഥാന പാതയിൽ കമ്മട്ടി ഭാഗത്ത് കൽവർട്ട് ഇടിഞ്ഞ് അപകടാവസ്ഥയിലായതിനാൽ നവംബർ 10 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പൊതുമരാമത്ത് വകുപ്പ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സർവീസ് നടത്തുന്ന KSRTC പ്രൈവറ്റ് ബസ്സുകൾ കൽവർട്ടിന്റെ ഒരു വശത്ത് യാത്രക്കാരെ ഇറക്കി വാഹനം മാത്രം കൽവർട്ടിലൂടെ മറുവശത്തെത്തിച്ച് യാത്രക്കാരെ കയറ്റി യാത്ര തുടരേണ്ടതാണ്. ചെറുവാഹനങ്ങൾ, KSRTC, സ്വകാര്യ ബസ്സുകൾ എന്നിവയ്ക്ക് വാഴച്ചാൽ മുതൽ മലക്കപ്പാറ വരെ യാത്ര അനുവദിക്കും. ഭാരവാഹനങ്ങൾ, ലോഡ് കയറ്റി വരുന്ന മറ്റ് ചെറുവാഹനങ്ങൾ, ടെമ്പോ ട്രാവലർ എന്നിവയുൾപ്പെടെ ചാലക്കുടി ഭാഗത്തു നിന്നുള്ള എല്ലാ വാഹനങ്ങളും വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് വരെ മാത്രം യാത്ര അനുവദിക്കും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഭാരവാഹനങ്ങളും ലോഡ് കയറ്റി വരുന്ന ചെറുവാഹനങ്ങളും മലക്കപ്പാറ വരെ മാത്രം യാത്ര അനുവദിക്കുകയുള്ളൂവെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചാലക്കുടി മണ്ഡലത്തിൽ കഴിഞ്ഞ 4.5 വർഷം വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന LDF ആരോപണം നുണപ്രചരണമാണെന്ന് സനീഷ് കുമാർ ജോസഫ് MLA പറഞ്ഞു. പ്രതിപക്ഷ MLA എന്ന നിലയിൽ പരിമിതികളുണ്ടായിട്ടും ഒട്ടേറെ പദ്ധതികൾ കൊണ്ടുവന്നു. താലൂക്ക് ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ചാലക്കുടി അടിപ്പാത നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇവിടേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുന്നത് തടഞ്ഞ് സമരം ചെയ്തവരാണ് ഇടത് നേതാക്കളെന്നും സനീഷ് കുമാർ പറഞ്ഞു. ചാലക്കുടി VR പുരത്ത് 24 കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് LDFിന്റെ നേതൃത്വത്തിൽ ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി. തൃശൂരിലെ പട്ടയമേളയിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിയെത്തിയ മുഴുവൻ കുടുംബങ്ങളും VR പുരം ജംഗ്ഷനിൽ നടന്ന ആഹ്ലാദ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങൾ വർഷങ്ങളായി പട്ടയമില്ലാതെ ദുരിതം അനുഭവിക്കുകയായിരുന്നു. 1985-ലാണ് പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന 60ഓളം കുടുംബങ്ങൾ വിജയരാഘപുരം കോളനിയിൽ ആദ്യമായി പട്ടയം നൽകിയത്. ഇതിനു മുൻപ് ഇവരിൽ ഭൂമി വാങ്ങിയവർക്കും പല തർക്കങ്ങളിൽ ഉൾപ്പെട്ട് കിടന്ന വീട്ടുകാർക്കുമായി 122 കുടുംബങ്ങൾ പട്ടയത്തിന് അപേക്ഷിച്ചവരിൽ ഉൾപ്പെടുന്നു. ഇവരിൽ 24 പേർക്കാണ് പട്ടയം കിട്ടിയത്. ചടങ്ങിൽ ജോഫിൻ ജോസ്, TP ജോണി, അനിൽ കദളിക്കാടൻ, ഷാജി മട്ടത്തിപ്പറമ്പിൽ, ജിൽ ആന്റണി, മുൻ നഗരസഭാ ചെയർപേഴ്സൺ ഷിജു വാലപ്പൻ തുടങ്ങിയവർ സംബന്ധിച്ചു.
ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായ ചുറ്റുവിളക്ക് ശനിയാഴ്ച മുതൽ തെളിയും. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവരുടെ വഴിപാടായാണ് 30 ദിവസം ചുറ്റുവിളക്ക് തെളിയിക്കുന്നത്. ആദ്യ ദിവസത്തെ വിളക്ക് പാലക്കാട് പറമ്പോട്ട് അമ്മിണി അമ്മയുടെ വകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ചാവക്കാട് മുനിസിഫ് കോടതി, പോലീസ്, മർച്ചന്റ്സ് അസോസിയേഷൻ, തപാൽ എന്നീ വിളക്കാഘോഷങ്ങൾ നടക്കും. അവസാന ദിവസങ്ങളിൽ പുരാതന തറവാട്ടുകാരുടെ വിളക്കാഘോഷമാണ്. മേളത്തോടെയുള്ള ശിവേലി എഴുന്നള്ളിപ്പ്, രാത്രി വിശേഷാൽ ഇടക്കവാദ്യം, നാഗസ്വരം എന്നിവയും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികളും ഉണ്ടാകും. ഏകാദശിയോടനുബന്ധിച്ച് പ്രശസ്തമായ ചെമ്പൈ സംഗീതോത്സവത്തിന് നവംബർ 16 തിരി തെളിയും. ഡിസംബർ 1 പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂർ ഏകാദശി വിളക്ക് ആരംഭിക്കുന്നതിന്റെ വിളംബരം അറിയിച്ചത് നാമജപ ഘോഷയാത്ര നടത്തി. ഗുരുവായൂർ ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് വിളംബര നാമജപ ഘോഷയാത്ര നടത്തിയത്. നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ സത്രം ഗേറ്റിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് കിഴക്കേ ദീപസ്തംഭത്തിനരികിൽ സമാപിച്ചു. തുടർന്ന് ദീപാലങ്കാരവും ഗണപതിക്ക് വിശേഷാൽ പൂജയും ഉണ്ടായിരുന്നു. അസോസിയേഷൻ ഭാരവാഹികളായ ബി ഹരികൃഷ്ണ മേനോൻ, CV വിജയൻ, പൈക്കാട്ട് മാധവൻ നായർ, R രാജഗോപാലൻ, ശിവദാസ് മൂത്തേടത്ത്, A ശശിധരൻ, K ദാമോദരൻ, N രമേശൻ, M മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുഞ്ഞുനാളിലെ ജീവസുറ്റ ചിത്രങ്ങൾക്ക് മിഴിവേകി വിസ്മയമാവുകയാണ് കയ്പമംഗലത്തെ 10 വയസ്സുകാരൻ. കയ്പമംഗലം ഗ്രാമലക്ഷ്മി സ്വദേശി കോതങ്ങത്ത് ഗിരീഷ് ഭവ്യ ദമ്പതികളുടെ മകൻ ദേവിയാനാണ് വരയുടെ ലോകത്ത് അത്ഭുതമാകുന്നത്. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവിയാൻ ചെറുപ്പത്തിലെ തന്നെ ചിത്രം വരയോട് ഇഷ്ടം കൂടാൻ തുടങ്ങിയതാണ്. മൃഗങ്ങളുടെ ചിത്രങ്ങൾ നോക്കി വരച്ചായിരുന്നു വരയുടെ ലോകത്തേക്ക് കടന്നത്. ചിത്രകലയിലെ മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞ മാതാപിതാക്കൾ പെൻസിലും വാട്ടർ കളറുമെല്ലാം വാങ്ങി നൽകി പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കൂടിയതോടെ ദേവിയാനിലെ ചിത്രപ്രതിഭയുടെ തിളക്കവും കൂടി. കണ്ണിൽ കണ്ടതും മനസ്സിൽ പതിഞ്ഞതുമെല്ലാം ഈ 5ാം ക്ലാസ്സുകാരന്റെ ക്യാൻവാസിൽ നിമിഷങ്ങൾക്കകം ചിത്രങ്ങളായി മാറി. പ്രകൃതി, ക്ഷേത്രകലകൾ, ജീവജാലങ്ങൾ തുടങ്ങിയവയെല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി ക്യാൻവാസിൽ നിറഞ്ഞു. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ്, പെൻ വർക്ക്, സ്കെച്ച് വർക്ക്, ലൈവ് സ്കെച്ചസ് തുടങ്ങിയവയെല്ലാം ദേവിയാന്റെ വിരലുകളിൽ ഭദ്രമാണിപ്പോൾ. ചെറുതിലെ കുഞ്ഞിലായിരിക്കുമ്പോൾ തൊട്ട് വരയ്ക്കും. ആദ്യം അങ്ങനെ കുത്തിക്കോറി വരയ്ക്കാറാണ്. വരയ്ക്കാൻ എപ്പോഴും താല്പര്യമുണ്ട്. സമ്മാനങ്ങളൊക്കെ വാങ്ങുമ്പോൾ വളരെ സന്തോഷമുണ്ട്. സ്റ്റേറ്റ് ലെവൽ തന്നെ ധാരാളം സമ്മാനം കിട്ടിയിട്ടുണ്ട് കുട്ടിക്ക്. മോഹൻലാലിൻ്റെ കയ്യിൽ നിന്നും പിന്നെ പ്രശസ്തരായ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ധാരാളം സമ്മാനം കിട്ടിയിട്ടുണ്ട്. ശാസ്ത്രീയമായി ചിത്രരചന അഭ്യസിച്ചിട്ടില്ലെങ്കിലും ദേവിയാൻ വരച്ച ചിത്രങ്ങൾ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കും. ചിത്രകലാ അധ്യാപകരായ സുനിത, മൃണാളിനി എന്നിവരുടെ ഉപദേശ നിർദ്ദേശങ്ങളും ചിത്രം വരയിൽ ദേവിയാന് കരുത്തേകി. എറണാകുളത്ത് മോഹൻലാൽ ചിത്രമായ ബറോസിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം ഈ കൊച്ചുമിടുക്കനായിരുന്നു. നടൻ മോഹൻലാലിന്റെ കയ്യിൽ നിന്നും ക്യാഷ് അവാർഡ് വാങ്ങാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ദേവിയാൻ പറയുന്നു. ഞാൻ പേനയുണ്ട് വരച്ചിട്ടാണ് തുടങ്ങി. ഒരു വയസ്സ് 1.25 വയസ്സൊക്കെ തൊട്ട് വരയ്ക്കും. പേനയുണ്ട് വരച്ചിട്ടാണ് തുടങ്ങി. ഇപ്പോൾ എനിക്കിഷ്ടം വാട്ടർ കളർ വരയ്ക്കും, പിന്നെ പേന വരയ്ക്കും, പെൻസിൽ ഡ്രോയിങ് വരയ്ക്കും, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്യും. ഞാൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. സമ്മാനങ്ങളൊക്കെ കിട്ടാറുണ്ട്. വനം വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 2ാം സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്. ദേവിയാന്റെ വരകൾ യാൻസ് വേൾഡ് എന്ന YouTube ചാനലിലൂടെയാണ് പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. ചിത്രകലയിലും പഠനത്തിലും ഒരേപോലെ മികവ് പുലർത്തുന്ന ദേവിയാൻ അടുത്ത ചിത്രത്തിന്റെ പണിപ്പുരയിലാണ്. TCV ന്യൂസ്, കയ്പമംഗലം. ചേർപ്പ് ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 4 മുതൽ 7 വരെ തലോർ ദീപ്തി സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. KK രാമചന്ദ്രൻ MLA ചൊവ്വാഴ്ച കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 95 സ്കൂളുകളിൽ നിന്നായി 5000-ഓളം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. സ്കൂൾ സമുച്ചയത്തിലെ 25 വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, ജനറൽ കൺവീനർ ഫാദർ ജോഷി കണ്ണൂക്കാടൻ, പ്രധാന അധ്യാപിക റീന K ജോൺ, പബ്ലിസിറ്റി കൺവീനർ ജെനിൽ ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ദേശീയ ഏകതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി റൂറൽ പോലീസ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൂട്ടയോട്ടം നടത്തി. കൂട്ടയോട്ടത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുടയിൽ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നിർവഹിച്ചു. ഇരിങ്ങാലക്കുട ബോയ്സ് സ്കൂൾ മുതൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ വരെ നഗരത്തിലെ പ്രധാന വഴികളിലൂടെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളോടൊപ്പം അധ്യാപകരും പോലീസ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും ഒരുമിച്ചുള്ള കൂട്ടയോട്ടം നടന്നു.
MLA സനീഷ് കുമാർ ജോസഫിന്റെ വികസന നിഷ്ക്രിയ നിലപാടിൽ പ്രതിഷേധിച്ച് LDF മണ്ഡലം കമ്മിറ്റി മാർച്ചും കുറ്റവിചാരണ സദസ്സും സംഘടിപ്പിച്ചു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലുള്ള MLA ഓഫീസിലേക്ക് നടന്ന മാർച്ച് മേൽപ്പാലത്തിനു സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സ് CPM സംസ്ഥാന സമിതി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. LDFന്റെ മുൻ MLA നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ സ്വന്തം പേരിൽ പ്രചരിപ്പിക്കുന്ന സനീഷ് കുമാർ ജോസഫ് MLA ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് MM വർഗീസ് ആവശ്യപ്പെട്ടു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ്, RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, അഡ്വക്കേറ്റ് PI മാത്യു, ഷോജൻ വിധേയത്തിൽ, നഗരസഭാ കൗൺസിലർ VJ ജോജി എന്നിവർ സംസാരിച്ചു. തിരുവല്ലോമല ആലത്തൂർ റോഡിൽ പാലം പണി നടക്കുന്ന പഴമ്പാലക്കോട് തോട്ടിൻപള്ളയിൽ പാലത്തിനു സമീപം ഓട്ടോറിക്ഷ കുഴിയിൽ വീണ് നിയന്ത്രണം തെറ്റിമറിഞ്ഞു. അപകടത്തിൽ പഴയന്നൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ മഴയെ തുടർന്ന് മാറ്റിവെച്ച പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9-ന് ചാഴൂർ ഗോകുലം സ്കൂൾ പരിസരത്തു നിന്ന് ആരംഭിക്കുന്ന ആഘോഷം 3 മണിക്ക് ക്ഷേത്രനടയിൽ സമാപിക്കും. ദേശ കമ്മിറ്റി സെക്രട്ടറി അഭിലാഷ് തണ്ടാംപറമ്പിൽ, ട്രഷറർ പ്രേമനാഥൻ കുമ്പളപ്പറമ്പിൽ, അജിത് ഏങ്ങൂർ, മനോജ് ചെമ്പകശ്ശേരി, ഷിജിൽ കൂട്ടാല എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ പ്രസാദ് നമ്പൂതിരിക്ക് മരത്തംകോട് പുതിയ മാത്തൂർ ചിറക്കൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. പ്രസാദ് നമ്പൂതിരിയെ പെരുമ്പള്ളി സുബ്രഹ്മണ്യൻ നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്ര മേൽശാന്തി പയ്യൂർ കൃഷ്ണൻ ഭട്ടത്തിരിപ്പാട് പ്രസാദം നൽകി. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പെരുമ്പള്ളി ജയരാജ് നമ്പൂതിരി, കോനേത്ത് മുരളി നായർ, ഹൃദയൻ, സജിത്ത്, അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മാസങ്ങളായി കൃഷി ഓഫീസർ ഇല്ലാത്തതിനാൽ വെങ്കിടങ്ങ് കൃഷിഭവൻ പ്രവർത്തനം പ്രതിസന്ധിയിൽ. 16 പാടശേഖരങ്ങളിലെ നെൽകൃഷിയും തെങ്ങ് കൃഷിയും പഞ്ചായത്തിന്റെ മറ്റു പദ്ധതികളുമാണ് കൃഷി ഓഫീസർ ഇല്ലാത്തതിനാൽ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കുള്ള 100ഓളം അപേക്ഷകളും പദ്ധതികളും നടപ്പിലാകാതെ കാത്തുകെട്ടി കിടക്കുകയാണ്. അടിയന്തര തീരുമാനം വേണ്ട ഭൂമി തരംമാറ്റലടക്കമുള്ള വിവിധ ഗുണഭോക്താക്കളുടെ അപേക്ഷകളും ഇക്കൂട്ടത്തിലുണ്ട്. വെങ്കിടങ്ങ് കൃഷിഭവനിൽ നിലവിലുണ്ടായിരുന്ന കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയതിനെ തുടർന്നാണ് ഒഴിവ് വന്നത്. തുടർന്ന് മണലൂർ കൃഷി ഓഫീസർക്കാണ് വെങ്കിടങ്ങിന്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. എന്നാൽ വെങ്കിടങ്ങിൽ ഈ ഓഫീസർ ഏതാനും ദിവസം മാത്രമാണ് ഉണ്ടാകുന്നത്. 2 ദിവസമായി എളവള്ളി കൃഷി ഓഫീസർക്കാണ് വെങ്കിടങ്ങിന്റെ അധിക ചുമതല. വെങ്കിടങ്ങിലെ കൃഷി ഓഫീസറുടെ ഒഴിവിലേക്ക് PSC നിയമനം വന്നതാണ്. പക്ഷേ വയനാട് ജില്ലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ സോയിൽ സർവേ ഓഫീസറായി തുടരുകയാണ്. അടിയന്തരമായി വെങ്കിടങ്ങിനെ സ്ഥിരമായി കൃഷി ഓഫീസറെ നിയമിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പാവറട്ടി. കയ്പമംഗലം പഞ്ചായത്ത് 9-ാം വാർഡിലെ IHDP നഗറിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പട്ടികജാതി വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ET ടൈസൺ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, വാർഡ് മെമ്പർ VB ഷെഫീഖ്, CDS ചെയർപേഴ്സൺ റസ്മിയ മോഹൻലാൽ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം പാപ്പിനിവട്ടം GLPS സ്കൂളിൽ വർണ്ണക്കൂടാരമൊരുക്കി. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ, പ്രിയ ഹരിലാൽ, MK പ്രേമാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചിന്നമ്മുവിന്റെ തങ്കം പോലത്തെ മനസ്സ് മാതൃകയായി. എരുമപ്പെട്ടി ചുങ്കം സ്വദേശിനിയായ അധ്യാപികയ്ക്ക് കളഞ്ഞുപോയ 2.5 പവൻ സ്വർണ്ണാഭരണം തിരികെ ലഭിച്ചു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആഭരണം കൈമാറി. മൺപാത്രം നിർമ്മിച്ച് വിൽപ്പന നടത്തുന്ന മങ്ങാട് സ്വദേശിനിയായ ചിന്നമ്മു ബുധനാഴ്ച രാവിലെ മൺപാത്രം വിൽപ്പനയ്ക്കായി തൃശൂരിലേക്ക് പോകാനായി സ്വകാര്യ ബസ്സിൽ കയറിയതായിരുന്നു. യാത്രക്കിടയിൽ സ്വകാര്യ ബസ്സിൽ നിന്നും 2.5 പവനോളം തൂക്കം വരുന്ന മാല കളഞ്ഞുകിട്ടി. ചിന്നമ്മു ഈ വിവരം തന്റെ 2 മക്കളായ സന്തോഷിനെയും സുരേഷിനെയും വിളിച്ചറിയിക്കുകയും വിവരം വടക്കാഞ്ചേരി പോലീസിനെ അറിയിക്കുകയും ചെയ്തു. എരുമപ്പെട്ടി ഹൈസ്കൂളിൽ നിന്നും വിരമിച്ച ചുങ്കം മുല്ലയ്ക്കൽ വീട്ടിൽ പ്രേംസിയുടേതായിരുന്നു മാല. തൃശൂരിലേക്ക് ഒരു യോഗത്തിനായി പോയതായിരുന്നു. രാത്രി മാല അഴിച്ചുവെക്കാനായി തിരഞ്ഞപ്പോഴാണ് നഷ്ടപ്പെട്ട വിവരം മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. വെള്ളിയാഴ്ച പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉടമയ്ക്ക് ചിന്നമ്മു മക്കളോടൊപ്പം എത്തി മാല കൈമാറി. ഒരു മാലയും കമ്മലും ധരിക്കുവാൻ ഏറെ ആഗ്രഹിച്ച ആളായിരുന്നു താനെന്നും നഷ്ടപ്പെട്ടതിന്റെ വേദന തനിക്കേറെ അറിയാവുന്നതാണെന്നും ചിന്നമ്മു പറഞ്ഞു. ചിന്നമ്മുവിനെ കെട്ടിപ്പിടിച്ച് അധ്യാപികയായ പ്രേംസി തന്റെ സന്തോഷം പങ്കുവച്ചു. വടക്കാഞ്ചേരി SI ഹരിഹര സോനുവും മറ്റു ഉദ്യോഗസ്ഥരും ഈ സന്തോഷ നിമിഷത്തിന് സാക്ഷിയായി. TCV ന്യൂസ്, വടക്കാഞ്ചേരി. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കാൽനട ജാഥയ്ക്ക് അഞ്ചങ്ങാടി സെന്ററിൽ സ്വീകരണം നൽകി.
കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ജാഥയ്ക്കാണ് സ്വീകരണം നൽകിയത്. സ്വീകരണ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ KV അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ, ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ഡോക്ടർ PP സന്തോഷ്, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് TM ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. എടത്തുരുത്തി പഞ്ചായത്ത് 1-ാം വാർഡ് പയ്യന്നൂർ ഐശ്വര്യ അങ്കണവാടിക്ക് പുതിയ കെട്ടിടമായി. അങ്കണവാടിയുടെ ഉദ്ഘാടനം E.T. ടൈസൺ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മുക്കുടി സേവിക്കാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളെത്തി. തൃപ്പുത്തിരി നിവേദ്യം കഴിച്ച് ഭഗവാന് ഉദരസംബന്ധമായ അസുഖം ബാധിച്ചെന്നും അസുഖം മാറുന്നതിന് വില്ലുമംഗലം സ്വാമിയാർ മുക്കുടി ഔഷധം നൽകുകയും ഇതു സേവിച്ച് ഭഗവാന്റെ അസുഖം ഭേദമായെന്നുമാണ് വിശ്വാസം. കുട്ടഞ്ചേരി മൂസ്, തൈരും പ്രത്യേക ഔഷധക്കൂട്ടുകളും ചേർത്താണ് മുക്കുടി തയ്യാറാക്കിയത്. ഭഗവാന് നിവേദിച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. മുക്കുടി നിവേദ്യം നൂറ്റാണ്ടുകളായി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന അനുഷ്ഠാന ചടങ്ങാണ്. മുക്കുടിക്കുള്ള ഔഷധക്കൂട്ടുകൾ പ്രത്യേക അനുപാതത്തിൽ സമർപ്പിക്കാനുള്ള പരമ്പരാഗത അവകാശം കുമരനെല്ലൂർ കുട്ടഞ്ചേരി മൂസ് കുടുംബത്തിനാണ്. കുളമൺ മൂസാണ് മുക്കുടി നിവേദ്യമുണ്ടാക്കുക. അതീവ രഹസ്യങ്ങളായ ഔഷധക്കൂട്ടുകൾ പകുതിയരച്ച് മൂസ് കുടുംബത്തിൽ നിന്നാണ് തലേന്ന് വൈകിട്ട് ക്ഷേത്രനടയിൽ സമർപ്പിക്കുക. പുലർച്ചെ കൊട്ടിലാക്കലിൽ അരച്ചെടുത്ത മരുന്ന് തിടപ്പള്ളിയിലെത്തിച്ച് മോരിൽ കലർത്തി മുക്കുടി നിവേദ്യമാക്കി ഭഗവാന് നിവേദിച്ച ശേഷമാണ് ഭക്തർക്ക് വിതരണം ചെയ്തത്. ദിവ്യ ഔഷധമായ മുക്കുടി സേവിച്ചാൽ ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് ശമനം വരുത്തുമെന്ന വിശ്വാസമുള്ളതിനാൽ പ്രസാദമായി കിട്ടുന്ന ഈ നിവേദ്യം വാങ്ങാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. 3500 ലിറ്റർ തൈര് ഉപയോഗിച്ചാണ് ഈ വർഷം മുക്കുടി തയ്യാറാക്കിയത്. ചടങ്ങുകൾക്ക് കുട്ടഞ്ചേരി അനൂപ് മൂസ് നേതൃത്വം നൽകി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. വേലൂർ പഞ്ചായത്തിലെ കുണ്ടിലങ്ങാടി അംബേദ്കർ ഗ്രാമം നിർമ്മാണോദ്ഘാടനം മന്ത്രി OR കേളു ഓൺലൈനായി നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയി, ഷെർലി ദിലീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 1 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ് അനുവദിച്ചത്. 37 SC കുടുംബങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ 13 കുടുംബങ്ങൾ മറ്റു വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണ്. നമ്മൾ 11/1/2024 ഇതിൻ്റെ ആദ്യ യോഗം, ഗുണഭോക്താക്കളുടെ യോഗം ചേർന്നത്. FSETO കുന്നംകുളം മേഖലാ പ്രചരണ കാൽനട ജാഥയുടെ വേലൂർ പഞ്ചായത്തിലെ സമാപന പൊതുയോഗം CITU വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് കാൽനട ജാഥ സംഘടിപ്പിച്ചത്. സംഘടക സമിതി ചെയർപേഴ്സൺ ജമീല രാജീവ് അധ്യക്ഷയായി. ജാഥ ക്യാപ്റ്റൻ KSTA ജില്ലാ പ്രസിഡന്റ് പ്രമോദ്, വൈസ് ക്യാപ്റ്റൻ NGO യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി P സുനീഷ്, ജാഥ മാനേജർ അബിൻ രാജ്, സുജിനി തുടങ്ങിയവർ സംസാരിച്ചു.
ചെറുതുരുത്തി ചുങ്കത്തിന് സമീപം സ്വകാര്യ ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച അപകടം. ബസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന ബസ്സിൽ എതിർദിശയിൽ നിന്ന് വന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. ബസ് ഡ്രൈവർ പ്രേംകുമാറിന്റെ കണ്ണിൽ ചില്ല് തറച്ചു കയറി. ഷൊർണൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന കല്ല് കയറ്റിയ ടോറസ് ലോറിയുടെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ടാണ് ബസ്സിലിടിച്ചത്. പാരമ്പര്യ ചികിത്സാ രംഗത്ത് 80 വർഷത്തിലധികമായി ഊരകത്ത് പ്രവർത്തിച്ചു വരുന്ന ക്ലായിശ്ശേരി നാരായണൻ വൈദ്യരെ ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ജനശ്രീ ജില്ലാ ചെയർമാൻ ഒ അബ്ദുറഹ്മാൻ കുട്ടി ആദരണീയം ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ മണ്ഡലം ചെയർമാൻ പ്രദീപ് വലിയങ്ങോട്ട് അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ MK അബ്ദുൽ സലാം, ജനശ്രീ ഭാരവാഹികളായ പ്രസാദ് കിഴക്കൂട്ട്, ജസ്ന ഷിഹാബ്, KR സിദ്ധാർത്ഥൻ, വിദ്യാ രമേശ്, MM അബൂബക്കർ, ഷനിൽ പെരുവനം, രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരൂർ സെന്റ് തോമസ് ഇടവക ദേവാലയത്തിൽ 10 ദിവസത്തെ ജപമാല മാസാചരണത്തിന് സമാപനമായി. ദിവ്യബലിക്ക് ശേഷം ജപമാല പ്രദക്ഷിണം നടന്നു. വികാരി ഫാദർ പോൾസൺ പാലത്തിങ്കൽ, സഹവികാരി ഫാദർ ജോമോൻ താണിക്കൽ, കൈക്കാരന്മാരായ വില്യംസ് ചിറ്റാട്ടുകര, ആന്റണി പടുതല, ലിയോ പോൾ പൂപ്പാടി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ സെൻട്രൽ സഹോദയ സ്കൂൾ കലോത്സവത്തിൽ 91 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ SN വിദ്യാഭവൻ ചന്ദ്രാപിന്നി 603 പോയിന്റുമായി മുന്നേറ്റം തുടരുന്നു. 562 പോയിന്റ് നേടി മാള ഹോളി ഗ്രേസ് അക്കാദമി 2ഉം 553 പോയിന്റ് നേടി മാള ഡോക്ടർ രാജു ഡേവിസ് സ്കൂൾ 3ഉം സ്ഥാനത്തുണ്ട്. ഓൾ കേരള സഹോദയ കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ദീപാചന്ദ്രൻ സമ്മാന വിതരണം നിർവഹിക്കും. തൃശൂർ സെൻട്രൽ സഹോദയ ചീഫ് പേട്രൺ ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ അധ്യക്ഷനാവും. ആമ്പല്ലൂരിൽ പഴയ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ തോട്ടിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. ഏകദേശം 10 അടി നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയത്. പരിസരവാസികളായ ബിജു നാട്ടേക്കാടൻ, സനേഷ് ആമ്പല്ലൂർ, ബാബു ചക്രത്ത് തുടങ്ങിയവർ ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത്. തുടർന്ന് അളഗപ്പനഗർ പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പാമ്പിനെ കൊണ്ടുപോയി വനത്തിൽ വിട്ടയച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,245 രൂപ, പവന് 89,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂരിലെ ഗാന്ധി പ്രതിമ വിവാദം. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് UDF BJP കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. പുനർനിർമ്മാണത്തിൽ നിന്ന് വിവാദ ശില്പി ഒഴിവാക്കണമെന്ന് UDF. മലക്കപ്പാറയിൽ കാട്ടാന കബാലിയെ പ്രകോപിപ്പിച്ച സംഭവത്തിൽ 2 യുവാക്കൾ ഷോളയാർ റേഞ്ച് ഓഫീസിൽ ഹാജരായി. പ്രതികൾ സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിലെടുത്തു. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ പരിധിയിൽ 14 പേർ അറസ്റ്റിലായി. തട്ടിപ്പിന് ഉപയോഗിച്ച 23 മൊബൈൽ ഫോണുകളും 5 ATM കാർഡുകളും പിടിച്ചെടുത്തു. തൃശൂർ സിറ്റി പരിധിയിൽ 13 പേർ അറസ്റ്റിലായതായി കമ്മീഷണർ. തലപ്പള്ളി താലൂക്ക് ഹയർ പർച്ചേസിംഗ് സൊസൈറ്റിയിൽ വൻ തട്ടിപ്പ് നടന്നതായ പരാതി. വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ച് മുൻ ബാങ്ക് പ്രസിഡന്റ് രതീഷ് തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടിയിട്ട് കാർ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വാഹനം നിർത്തി പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുകയായിരുന്നു ഡ്രൈവർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.